മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ആരോപണങ്ങൾ ധാരാളമുണ്ടായിട്ടും അതെല്ലാം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുവെന്നാണ് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും പറയുന്നത്. എന്നാൽ ഇതെല്ലാം വെറും ഒത്തുകളിയാണെന്ന ആരോപണം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷവും. വീണയ്ക്കെതിരെ വീണ്ടും കേന്ദ്ര സർക്കാർ അന്വേഷണം വരുമ്പോഴും കോൺഗ്രസ് അതിനെ സംശയത്തോടെ കാണുന്നത് ഈ ഒത്തുകളി സംശയിച്ചാണ്. നരേന്ദ്രമോദിയെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാൻ മടിയുള്ള പിണറായി വിജയൻ ഇക്കുറി മോദി കേരളത്തിൽ വന്നപ്പോഴും ഊഷ്മള സ്വീകരണം ഒരുക്കുകയും ചെയ്തു. ഇതെല്ലാം കൂട്ടിവായിക്കുകയാണ് പ്രതിപക്ഷം. വീണയുടെ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുമ്പോഴും കാര്യമായ നടപടികൾ ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് പ്രതിപക്ഷം. ഇതിന് കാരണമായി പറയുന്നത് CMRLുമായി ബന്ധപ്പെട്ട ഇൻഡെ സെറ്റിൽമെൻറ്റ് റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിന്മേൽ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടും കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തിയിരുന്നില്ല. പുതിയ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. കരിമണൽ കമ്പനിയായ CMRL മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും മറ്റും CMRL നൽകിയ പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്രം തയ്യാറാകുമോ എന്നാണ് ഇനി വ്യക്തമാകേണ്ടത്. 2013 മുതൽ 2019 വരെ 95.06 കോടി രൂപ രാഷ്ട്രീയക്കാർക്കും മറ്റുമായി നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണക്കാക്കിയത്. 20,000 രൂപയിൽ കൂടുതൽ പണമായി കൈപ്പറ്റിയവരുടെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ ലഭ്യമാക്കാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും തുടർ നടപടിയുണ്ടായില്ല. അന്വേഷണം ആവശ്യപ്പെടുന്നതിന് ആദായ നികുതി വകുപ്പ് പറഞ്ഞ കാരണങ്ങളും വ്യക്തമാക്കിയിരുന്നു. വ്യക്തികൾക്ക് പണം നൽകിയത് ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇങ്ങനെ പണം നൽകാനാണ് കമ്പനിയുടെ ചെലവ് പെരുപ്പിച്ചു കാട്ടിയതെന്നും ബിസിനസ് നടത്താൻ വ്യക്തികൾക്ക് പണം നൽകുന്നത് നിയമവിരുദ്ധമാണെന്നും ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. രണ്ടാമതായി, കമ്പനിയുടെ MDയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ഉൾപ്പെടെ ഒത്തുകളിച്ചാണ് ചെലവ് പെരുപ്പിച്ചു കാട്ടിയത്. ഇങ്ങനെ വൻ തുക തട്ടിയെടുത്തത് ഓഹരി ഉടമകൾക്ക് കനത്ത നഷ്ടമുണ്ടാക്കി. കമ്പനി നിയമത്തിൻ്റെയും സെബി ചട്ടങ്ങളുടെയും അഴിമതി നിരോധന നിയമത്തിൻ്റെയും ലംഘനമുണ്ടായി. ഇതിലും അന്വേഷണം വേണ്ടതാണ്. കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയവരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഏതാനും രാഷ്ട്രീയ നേതാക്കളുടെ പേര് മാത്രമാണ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിലൂടെ പുറത്തു വന്നത്. വീണയ്ക്കും എക്സാലോജിക്കിനും നൽകിയ പണവും രാഷ്ട്രീയക്കാർക്ക് നിയമവിരുദ്ധമായി നൽകിയ പണത്തിൻ്റെ ഗണത്തിലാണ് ആദായ നികുതി വകുപ്പ് ഉൾപ്പെടുത്തിയത്. ഇത് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ശരിവെക്കുകയും ചെയ്തു. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ നിർണായക റിപ്പോർട്ടുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസും രംഗത്തു വരുന്നുണ്ട്. CMRൽ നിന്നും പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിനായില്ല. കമ്പനീസ് ആക്ട് സെക്ഷൻ 188 ലംഘനം നടന്നതായും ROC റിപ്പോർട്ടിൽ പറയുന്നു. വീണ വിജയനോട് വിശദീകരണം തേടിയ ശേഷമാണ് നിർണായക നിരീക്ഷണങ്ങൾ. ഈ വിഷയത്തിൽ വീണയെ പ്രതിരോധിച്ചിരുന്നത് CPM ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ചിലത് പറഞ്ഞു. അവരുടെ വിശദീകരണങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ തെളിയിക്കുന്നത്. എക്സാലോജിക്കിൻ്റെ ഭാഗം കേൾക്കാതെയാണ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവിട്ടത് എന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും CPMൻ്റെയും പ്രധാന വാദം. എന്നാൽ ROC വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല എന്നതാണ് ബാംഗ്ലൂരു ROCയുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. EDക്കും CBIക്കും അന്വേഷണം പോകാനുള്ള സാധ്യതയുമുണ്ട്. കരാർ വിവരങ്ങൾ പോലും ഹാജരാക്കാൻ കഴിയാത്തത് വീണ വിജയന് പ്രതിരോധം തീർക്കാൻ ഒരുക്കുന്നവർക്ക് ഇനി വെല്ലുവിളിയാകും. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന വാദം ഇവിടെ വിലപ്പോകില്ല. ഇതിന് കാരണം CMRLൽ സർക്കാർ കമ്പനിയായ KSIDക്കുള്ള ഓഹരിയാണ്. അതുകൊണ്ട് തന്നെ ഖജനാവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയമെല്ലാം. ആർക്കും പരാതി നൽകാനും വിശദീകരണം ചോദിക്കാനുമെല്ലാം കഴിയും. ഷോൺ ജോർജാണ് പരാതിക്കാരൻ. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഷോൺ ജോർജ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ പരാതിയും കേസുമെല്ലാം ആർക്കും അട്ടിമറിക്കാൻ കഴിയില്ല. അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ആരോപണത്തിൽ. എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം നിർത്താൻ നൽകിയ അപേക്ഷയും നിയമവിരുദ്ധമാണെന്ന് ROC കണ്ടെത്തിയിട്ടുണ്ട്. ഇതും ഗുരുതര വിഷയമായി മാറും. ഒരു ബാധ്യതയുമില്ലെന്ന് പറഞ്ഞാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ വിജയൻ അപേക്ഷ നൽകിയത്. എന്നാൽ ആദായ നികുതി വകുപ്പിൻ്റെ രേഖകളിൽ തെളിഞ്ഞത് കുടിശ്ശികയുണ്ടെന്നായിരുന്നു. ഇതെല്ലാം തട്ടിപ്പിന് തെളിവാണെന്ന് ROC പറയുന്നു. ഓഡിറ്ററുടെ ഒപ്പും സീലുമില്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ട് നൽകി. ഇത് തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ചർച്ചകളിലുള്ളത്. ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് നിർണായക കണ്ടെത്തലുകൾ നടത്തിയത്. CMRലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയുമായി നടന്ന ഇടപാടുകളിൽ ദുരൂഹതയെന്നാണ് റിപ്പോർട്ട്.
ഇരു കമ്പനികളുമായി നടന്ന കരാറോ മറ്റു ഇടപാടുകൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ROC റിപ്പോർട്ട് നിർദ്ദേശിച്ചു. കൈപ്പറ്റിയ പണവുമായി ബന്ധപ്പെട്ട GST രേഖകൾ മാത്രമാണ് എക്സാലോജിക്ക് ഹാജരാക്കിയത്. ഇതിനെപ്പറ്റി മാത്രമാണ് വിശദീകരണം നൽകിയതെന്നും ROC ചൂണ്ടിക്കാട്ടി. സെക്ഷൻ 447, സെക്ഷൻ 448 എന്നീ വകുപ്പുകൾ ചുമത്തി എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നും ബാംഗ്ലൂരു ROC റിപ്പോർട്ടിൽ പറയുന്നു. 2017 എക്സാലോജിക്കും CMRLും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി കരാറിൽ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം വീണയ്ക്ക് എല്ലാ മാസവും 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും CMRL നൽകി വന്നിരുന്നത്. എന്നാൽ പണം നൽകിയ കാലയളവിൽ വീണയോ കമ്പനിയോ ഒരു തരത്തിലുമുള്ള സേവനവും CMRL നൽകിയിട്ടില്ല എന്ന പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചത് ROC റിപ്പോർട്ടാണ്. അടിമുടി ദുരൂഹ ഇടപാടുകളാണ് നടന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട CMRL പരസ്യം നൽകിയതിൻ്റെയോ ഇടപാടിന് മുൻപോ ശേഷമോ CMRLോ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്ന ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. കരാർ പോലും എക്സാലോജിക്കിനോ CMRLനോ ഹാജരാക്കാനായില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. കിട്ടിയ പണത്തിന് GST അടച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബാംഗ്ലൂരു ROCക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക്ക് ആകെ വിശദീകരിക്കുന്നത്. എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക്ക് ഹാജരാക്കിയിട്ടില്ല എന്നാണ് ROCയുടെ കണ്ടെത്തൽ.